നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ തൃതീയ സ്കന്ധത്തിലുള്ള അംബികാ വ്രതോപദേശം ആണ് വായിച്ചത്. തൃതീയ സ്കന്ധം അതോടുകൂടി കഴിഞ്ഞു. ഇനി അടുത്തത് ചതുർത്ഥ സ്കന്ധമാണ് വായിക്കുന്നത്. ചതുർത്ഥ സ്കന്ധത്തിലെ ശ്രീകൃഷ്ണാവതാര കഥനം ആണ്. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥ സ്കന്ധ പ്രഥമോധ്യായ. ശ്രീകൃഷ്ണാവതാര കഥനം. ജനമേജയ ഉവാച. വാസവേയാ മുനിശ്രേഷ്ഠ സർവജ്ഞാനനിധേ അനഘാ പൃഷ്ടുമിച്ഛാമ്യഹം സ്വാമിൻ അസ്മാകം കുലവർദ്ധന. മുനിശ്രേഷ്ഠനായ ഹേ വേദവ്യാസ, സർവജ്ഞ അനഘ, ഞങ്ങളുടെ കുലത്തിൽ മംഗളം ചെയ്യുന്ന അല്ലയോ സ്വാമിൻ, ഞാൻ വീണ്ടും ചോദിച്ചു കൊള്ളട്ടെ. ശൂരസേന സുധാ ശ്രീമാൻ വസുദേവ പ്രതാപവാൻ ശ്രുതം മയാ ഹരിർ യസ്യ പുത്രഭാവാപ്തവാൻ. ശൂരസേനന്റെ ഐശ്വര്യപൂർണനും പ്രതാപവനുമായ പുത്രനാണല്ലോ വസുദേവൻ. ശ്രീഹരി അദ്ദേഹത്തിന്റെ പുത്രഭാവം കൈക്കൊണ്ടതായി ഞാൻ കേട്ടിട്ടുണ്ട്. ദേവാനാമഭി പൂജ്യാഭൂന്നാംനാ ചാനക ധുന്ദുഭി കാരാഘാരേ കഥം ബന്ധ കംസസ്യ ധർമ്മതത്പരാം. ആനന്ദധുന്ദുംബി എന്നു പേരുള്ള അദ്ദേഹം ദേവന്മാർക്ക് കൂടി പൂജ്യനായിരുന്നു. ധർമ്മതത്പരനായ അദ്ദേഹം കംസന്റെ കാരാഗ്രഹത്തിൽ ബന്ധനായത് എങ്ങനെ? ദേവഗ്യാഭാരയാ സാർദ്ധം കിമാഘാ കൃതവാനസൗ ദേവക്യാ ബാലഷട്കസ്യ വിനാശസ്യ കൃത. പുനഃ ഭാര്യയായ ദേവകിയോടൊപ്പം അദ്ദേഹം എന്ത് അപരാധമാണ് ചെയ്തത്? പിന്നെ ദേവകിയുടെ 6 പുത്രന്മാരെ കൊന്നതും എന്തിന്? തേന കംസേന കസ്മാദ്വൈ യയാതി കുലജേന ച കാരാഗാരേ കഥം ജന്മ വാസുദേവസ്യ വൈഹരേ. യയാതിയുടെ കുലത്തിൽ ജനിച്ച കംസൻ അങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം? ശ്രീഹരിയായ വസുദേവൻ കംസന്റെ കാരാഗൃഹത്തിൽ എങ്ങനെ ജനിച്ചു? ഗോകുലേ ച കഥം നീതോ ഭഗവാൻ സാത്വതാം പുതിപദേ യതോ ജന്മാന്തരം കസ്മാത് പിതരോ നിഗന്ധേ സ്ഥിതൗ. സ്വതന്ത്രശ്രേഷ്ഠനായ ഭഗവാന്റെ ഗോകുലത്തിലേക്ക് പോയത് എങ്ങനെ? ലോകദൃഷ്ടിയിൽ ഗോപാലബാലനായി തീരേണ്ടി വരുന്നത് എങ്ങനെ? അച്ഛനമ്മമാർ ബന്ധനസ്ഥരായി കഴിയുകയായിരുന്നല്ലോ. ദേവകീ വസുദേവൗ ച കൃഷ്ണസ്യാമിത തേജസാ കഥം നാമോചിതൗ വൃദ്ധോ പിതരൗ ഹരിണാമുന. അമിത തേജസ്യായ കൃഷ്ണൻ തന്റെ പിതാക്കന്മാരും വൃദ്ധന്മാരുമായ ദേവകി വസുദേവന്മാരെ എന്തുകൊണ്ട് കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചില്ല? ജഗത്കർത്തും സമർത്ഥേന സ്ഥിതേന ജനഗോധരേ പ്രാക്തനം കിം തയോ കർമ്മ ദുർവിജ്ഞേയം മഹാമഭി. ജഗത് സൃഷ്ടി ചെയ്യുന്നതിന് സമർത്ഥനായ അദ്ദേഹം ഗർഭസ്ഥനായിരിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ട് അവരെ മോചിപ്പിച്ചില്ല? ആ മഹാത്മാക്കൾക്ക് ദുർവിജ്ഞേയമായിരിക്കുന്നുവോ രണ്ടുപേരുടെയും പ്രാക്തന കർമ്മങ്ങൾ? ജന്മേ വൈ വാസുദേവസ്യ യത്രാസീത് പരമാത്മനാ കേതേ പുത്രാശ്ച കാഭാല യാ കംസേന വിബോധിതാം. അവരാണല്ലോ പരമാത്മാവായ വസുദേവന്റെ ജന്മദാതാക്കൾ. ആ പുത്രന്മാർ ആരായിരുന്നു? കംസനെ കൊല്ലാൻ തുടങ്ങിയ ആ ബാലിക ആരായിരുന്നു? ശിലായാം നിർഘദാവ്യോമ്നി ജാതാ തുഷ്ടഭുജാ പുനാം ഗഹസ്ത്യം ച ഹരിർഭൂഹി ബഹുവാര്യസ്യ ചാനഘാം. ശിലയിലടിക്കെ ആകാശത്തേക്കുയർന്ന് പിന്നെ അഷ്ടഭുജയായി തീർന്നവൾ ബഹുഭാരിയായ കൃഷ്ണന്റെ ഗാർഹസ്ഥ്യം എമ്മട്ടായിരുന്നു. കാര്യാണി തത്ര തന്യേവാ ദേഹത്യാഗം ച തസ്യ വൈ കിംവദന്ത്യാശ്രുതം യത്തൻ മനോമോഹൈദൈവമേ. അദ്ദേഹം ചെയ്ത മറ്റു കർമ്മങ്ങൾ എന്തെല്ലാം? അദ്ദേഹത്തിന്റെ ദേഹത്യാഗം എങ്ങനെ? കിംവദന്തി കേട്ട് എന്റെ മനസ്സ് വല്ലാതെ മോഹിച്ചിരിക്കുന്നു. ചരിതം വാസുദേവസ്യ ത്വമാഖ്യാഹി യഥാ തദം നാരായണാവ് ദേവോ പുരാണ ഋഷിസപ്തമോ. വാസുദേവന്റെ ചരിതം യഥാർത്ഥമായി അങ്ങ് എന്നോട് പറഞ്ഞാലും നരനാരായണന്മാർ ദേവന്മാരും പുരാണ പുരുഷന്മാരും ഋഷിശ്രേഷ്ഠനുമായിരിക്കുന്നു. ധർമ്മപുത്രോ മഹാത്മാനോ തപജ്ജോരദുരത്തമം മുനി ബഹുവർഷാണി പുണ്യേ ബദരികാശ്രമേ. ധർമ്മന്റെ പുത്രന്മാരും മഹാത്മാക്കളുമായ ആ 2 മുനിമാരും അനേകം വർഷം പുണ്യമായ ബദരികാശ്രമത്തിൽ ഉത്തമമായ തപസ് അനുഷ്ഠിച്ചു. നിരാഹാരൗജിതാത്മനോ നിസ്പൃഹൗജിതഷട്പുരൗ വിഷ്ണോരംശോ ജഗത്സ്ഥേന്തംനെ
തപശ്ശേരതോരുത്തമം. ആഹാരം വെടിഞ്ഞ് മനസ്സിനെ നിയന്ത്രിച്ച് ഒന്നിലും ഒരാഗ്രഹവുമില്ലാതെ ഷഡ്ഗുണങ്ങളെ ജയിച്ച് വിഷ്ണു ശംഭൂതരായ അവർ ജഗത് കല്യാണത്തിനു വേണ്ടി ഉത്തമമായ തപസ്സനുഷ്ഠിച്ചു. തയോരംശാവതാരൗ ഹി ജിഷ്ണു കൃഷ്ണൗ മഹാബലോ പ്രസിദ്ധോ മുനിഭി പ്രോക്തൗ സർവജ്ഞൈർ നാരദാദിഭി. മഹാബലവാന്മാരായി പ്രകീർത്തിക്കപ്പെട്ട അർജുനനും കൃഷ്ണനും ആ നരനാരായണന്മാരുടെ അംശാവതാരങ്ങളാണെന്ന് സർവജ്ഞരായ നാരദാദി മുനികൾ പറഞ്ഞിട്ടുണ്ട്. വിദ്യാമാന ശരീരൗ തൗ കഥം ദേഹാന്തരം ഗതൗ നരനാരായണൗ ദേവോ പുനഃ കൃഷ്ണാർജുനൗ സകഥം. ആ നരനാരായണ ദേവന്മാർ സശരീരയായിരിക്കെ കൃഷ്ണാർജുനന്മാരായി മറ്റു ശരീരം കൈക്കൊണ്ടത് എങ്ങനെ? യൗ ചക്രതുസ്തപ്ശോഗ്രം മുക്ത്യർഹം മുനിസത്തമോ തൗ കഥം പ്രാപതുർദേഹൗ പ്രാപ്തയോഗൗ മഹാതപോ. മുക്തിക്കു വേണ്ടി ഏതു മുനിസത്തമന്മാരാണോ ഉഗ്രമായ തപസ്സു ചെയ്തതും മഹാതപസ്സുകൊണ്ട് യോഗനില പ്രാപിച്ചതും അവർ വീണ്ടും ശരീരമെടുത്ത് ഏത് എങ്ങനെ? ശൂദ്രാസ്വതസ്തു ദേഹാന്തേ ക്ഷത്രിയസ്തു സ ശുഭാചാരോ മൃതോ യോ വൈ സ ശൂദ്രോ ബ്രാഹ്മണോ ഭവേത്. സ്വധർമ്മനിരതനായ ശൂദ്രൻ മരിച്ചപ്പോൾ ക്ഷത്രിയനായി ജനിക്കും. ആചാരവിശുദ്ധനായ ശൂദ്രൻ മരിച്ചാൽ ബ്രാഹ്മണനായും ജനിക്കും. ബ്രാഹ്മണോ നിസ്പൃഹ ശാന്തോ ഭവരോഗാദ്വിമുച്യതേ വിപരീതമിതം ബാധി നരനാരായണൗ ച തൗ. അനാസക്തനും ശാന്തനുമായ ബ്രാഹ്മണൻ സംസാര രോഗത്തിൽ നിന്ന് മുക്തനാകും. ആ നരനാരായണന്മാരെ സംബന്ധിച്ച് ഇത് വിപരീതമായിട്ടാണ് തോന്നുന്നത്. തപസാ ശോഷിതാത്മാനൗ ക്ഷത്രിയൗ തൗ ബഭൂവധോ കേന തൗ കർമ്മണാ ശാന്തൗ ജാതോ ശാപേന വാ പുനാ. തപസ്സുകൊണ്ട് മനോനാശം വന്ന അവർ രണ്ടുപേരും ക്ഷത്രിയരായി ജനിച്ചു. ചിത്തവൃത്തികളടങ്ങിയ ആ രണ്ടുപേരും എന്ത് കർമ്മം ചെയ്തിട്ടാണ് വീണ്ടും ജനിച്ചത്? ശാപം മൂലമാണോ? ബ്രാഹ്മണോ ക്ഷത്രിയോ ജാതോ കാരണം തന്മുനെ വേവത യാദവാനാം വിനാശശ്ച ബ്രഹ്മശാപാതിഥി ശ്രുതാം. മഹർഷി, ബ്രാഹ്മണൻ ക്ഷത്രിയരായി ജനിക്കാൻ എന്താണ് കാരണം എന്ന് പറയൂ. യാദവന്മാരുടെ വിനാശം വിപ്രശാപം കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. കൃഷ്ണസ്യാദേഹ ഗന്ധാര്യ ശാപേനൈവ കുലക്ഷയാ പ്രത്യുംന ഹരണം ചെയ്വ ശബ്ദരേണ കഥം കൃതം. കൃഷ്ണന്റെ വംശം നശിച്ച് ഗാന്ധാരുടെ ശാപം കൊണ്ട് തന്നെയാണല്ലോ ശംബരൻ പ്രത്യുപ്നെയും അപഹരിച്ചതും എങ്ങനെയാണ്? വർത്തമാനേ വാസുദേവ ദേവദേവേ ജനാർദ്ദന പുത്രസ്യ സൂതികാഗേഹാധരണം ചാതി ദുർഘടം. ദേവദേവനും ജനാർദ്ദനുമായ വാസുദേവൻ ജീവിച്ചിരിക്കെ പുത്രനെ സൂതികാഗൃഹത്തിൽ നിന്ന് അപഹരിക്കുക അതിദുർഘടം തന്നെ. അത് എങ്ങനെ സംഭവിച്ചു? ദ്വാരകാദുർഗമധ്യേ ഹരിവേശ്മാധുരത്യയാജ്ഞാതം വാസുദേവേന തത്കഥം ദിവ്യചക്ഷുഷ. ദ്വാരകയിലെ കടക്കാനാവാത്ത കോട്ടയ്ക്കുള്ളിൽ ഹരിഗൃഹത്തിൽ നിന്ന് ശിശുവിനെ അപഹരിക്കെ ദിവ്യചക്ഷുസായ വാസുദേവൻ എന്തുകൊണ്ട് അത് അറിഞ്ഞില്ല? സന്ദേഹോ അയം മഹാൻ ബ്രഹ്മണി സന്ദേഹം കുരു പ്രഭോ യത്പത്ന്യോ വാസുദേവസ്യാദസ്യുഭിർലുഡിത ഹൃദാ. ഹേ ബ്രഹ്മജ്ഞ, എനിക്ക് ഇതിൽ വളരെ സംശയമുണ്ട്. പ്രഭോ, എന്റെ സന്ദേഹം തീർത്താലും. ആ വാസുദേവന്റെ പത്നിമാരെ ദാസന്മാർ ആക്രമിച്ച് അപഹരിച്ചത് കൊണ്ട് പോയില്ലേ? സ്വർഗദേ ദേവദേവേ തു തത്കഥം മുനിസത്തമ സംശയോ ജാതയതേ ബ്രഹ്മൻ ചിത്തദോളന കാരക. വാസുദേവൻ ദിവംഗതനായപ്പോഴാണല്ലോ അത് എങ്ങനെ സംഭവിച്ചു? ഹേ ബ്രാഹ്മണ, എൻ്റെ മനസ്സിനെ ഉലയ്ക്കുന്ന ഓരോ സംശയവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിഷ്ണോരംശാസൻഭൂതാഗ് ശൗര്യർഭൂഭാരഹാരകൃത് സകഥം മധുരാരാജ്യം ഭയാത് ത്യക്ത്വാ ജനാർദ്ദന. ഭൂഭാരം ഇല്ലാതാക്കാനായി വിഷ്ണുവിന്റെ അംശത്താൽ അവതരിച്ചവനാണ് ഗൗരി. ആ ജനാർദ്ദനൻ എങ്ങനെ ഭയപ്പെട്ട് മധുരരാജ്യം വെടിഞ്ഞ് ദ്വാരവത്യാം ഗദാസാദോ സ്വസൈന്യേ സ്വസുഹൃഗണ അവതാരോ ഹരി പ്രോക്തോ ഭൂഭാരഹരണായ വൈ. സൈന്യങ്ങളും സുഹൃത്തുക്കളോടും കൂടി ദ്വാരകയിലെത്തി. ഹരിയുടെ അവതാരമാകട്ടെ ഭൂഭാരഹരണത്തിനാണെന്നും പറയുന്നുണ്ട്. അതായത് പാപാത്മനം വിനാശായ ധർമ്മ സംസ്ഥാപനായ ച തത്കഥം വാസുദേവേനാചാരാസ്തേന നിപാതിത.
പാപാത്മകളുടെ നാശത്തിനും ധർമ്മസംസ്ഥാപനത്തിനും എന്നിരിക്കെ വാസുദേവന്റെ ആ കള്ളന്മാരെ എന്തുകൊണ്ട് വീഴ്ത്തിയില്ല? അർഹൃതാ വാസുദേവസ്യ പത്ന്യാ സംലുണ്ഠിതാശത സ്തേനാസ്തേ കിം ന വിജ്ഞാത സർവജ്ഞേന സദാ പുന. അവരാണല്ലോ വാസുദേവ പത്നിമാരെ ആക്രമിച്ചതും അപഹരിച്ചതും. അവർ കള്ളന്മാരാണെന്ന് സർവജ്ഞരും അദ്ദേഹം അറിഞ്ഞത് എന്തുകൊണ്ട്? ഭീഷ്മദ്രോണവധ കാമം ഭൂപാരഹരണേ മത അർച്ചിതാശ മഹാത്മാന പാണ്ഡവ ധർമ്മതത്പര. ഭീഷ്മദ്രോണാദി മഹാരഥന്മാരെ വധിച്ചത് ഭൂഭാരഹരണത്തിനാണോ? പൂജ്യരും മഹാത്മാക്കളും ധർമ്മതൽപരരുമായ പാണ്ഡവർ കൃഷ്ണഭക്ത സദാചാര യുധിഷ്ഠിര പുരോഗമ തേ കൃത്വാ രാജസൂയം ച യജ്ഞരാജം വിധാനത. കൃഷ്ണഭക്തരും സദാചാര നിരതരുമായ യുധിഷ്ഠിര പ്രമുഖന്മാർ മഖങ്ങളിൽ അത്യുത്തമമായ രാജസൂയം വിധിയാവണ്ണം ചെയ്തിട്ടും ദക്ഷിണ വിവിധ ദത്വാ ബ്രഹ്മണ്യോഭ്യോ അതിഭാവത പാണ്ഡുപുത്രാസ്തു ദേവാംശ വാസുദേവാശ്രിത മുനി. ബ്രാഹ്മണർക്ക് അത്യുദാരമായ അനേകം ദക്ഷിണകൾ നൽകിയിട്ടും മഹർഷി ദേവാംശഭൂതരും വാസുദേവനെ സർവാത്മനെ ആശ്രയിച്ചവരുമായ ആ പാണ്ഡവർക്ക് ഘോരം ദുഃഖം കഥം പ്രാപ്ത ക്വം ഗതം സുകൃതം ച തത് കിം തത് പാപം മഹാരൗദ്രം ഏനത്തെ പീഡിത സദാ. അതികഠിനമായ ദുഃഖം എങ്ങനെയുണ്ടായി? ആ സുകൃതം എവിടെ പോയി? അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അതിഭയങ്കരമായ പാപം എന്തായിരുന്നു? ദ്രൗപദി ച മഹാഭാഗ വേദി മധ്യാത്മസമുസ്ഥിത രാമാംശജാ ച സാബ്ദി ച കൃഷ്ണഭക്തിയുദാ തഥാ. മഹാഭഗനായ ദ്രൗപദി യജ്ഞവേദിയിൽ നിന്നാണ് ജനിച്ചത്. രമാംശഭൂതവും സ്വാധ്യവുമാണ്, അതുപോലെ കൃഷ്ണഭക്തിയുള്ളവളും. സാ കഥം ദുഃഖമതുലം പ്രാഭ ഘോരം പുനഃപുന ദുശാസനേന സാകേശേ ഗൃഹീത പീഡിത വൃഷം. അവർക്ക് എന്തുകൊണ്ട് അത്യധികമായ ദുഃഖം വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വന്നു? ദുശാസനൻ അവരുടെ കേശഭാരത്തിൽ പീഡിപ്പിച്ചില്ലേ? രജസ്വല സഭായാം തു നീതാ ഭീതൈകവാസൻ വാസസാ വിരാടാ നഗരേ ദാസി ജാതാ മത്സ്യസ്യ സാ പുന. രജസ്വലയും സംഭീതയുമായ അവളെ ഏകവസ്ത്രയായി സഭയിലേക്ക് വലിച്ചിഴച്ചില്ലേ? വിരാട നഗരത്തിൽ മത്സ്യരാജാവിന്റെ ദാസിയായി അവൾക്ക് പിന്നീട് കഴിയേണ്ടി വന്നില്ലേ? ദർശിത കീചകേനാദാ ദ്രുതതി കുരുരീയദാ ഹൃദാ ജയേന്ദ്രധേനാഥ ഗ്രന്ഥമാനാദി ദുഃഖിത. കീചകൻ അവളെ അപമാനിച്ചു. അവൾ ഒരു മാടപ്രാവിനെ പോലെ വിലപിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അത്യധികമായ ദുഃഖത്തോടെ വിലപിക്കുന്ന അവളെ പിന്നെ ജയന്ദ്രഥൻ അപഹരിച്ചു. മോചിത പാണ്ഡവേ പാശാത് ഫലവത് ധർമ്മഹാത്മഭി പൂർവജന്മകൃതം പാപം കിം തദ്ധ്യേന ച പീഡിത. പിന്നീട് ശക്തന്മാരും മഹാത്മാക്കളുമായ പാണ്ഡവർ അവളെ മോചിപ്പിച്ചു. അവർ ഇത്രമാത്രം പീഡിതരാവത്തക്കവണ്ണം എന്തു പാപമാണ് മുജ്ജന്മത്ത് ചെയ്തത്? ദുഃഖാന്യാപ്താസ്തേ കഥയാദ്യ മഹാമതേ രാജസൂയം ക്രതുവരം കൃത്വേ തേ മമ പൂർവജാം. ബുദ്ധിമാനായ മഹർഷി, രാജസൂയ മഹായാഗം ചെയ്തിട്ടും എൻ്റെ പൂർവികന്മാരായ അവർക്ക് ഒട്ടനേകം ദുഃഖം വന്നു ചേർന്നത് എന്തുകൊണ്ടെന്ന് പറയൂ. ദുഃഖം മഹത്തരം പ്രാപ്ത പൂർവജന്മകൃതേന വൈ ദേവാംശാനാം കഥം തേഷാം സംശയോ അയം മഹാൻ ഹി വൈ മേ. അവർക്ക് ഇത്രയധികം ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് പൂർവജന്മ കർമ്മം കൊണ്ട് തന്നെ ആവണം. ദേവാംശ സംബോധരായ അവർക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ദുഃഖമുണ്ടായി എന്നാണ് എൻ്റെ സംശയം. സദാചാരേസ്തു കൗന്ദേയർ ഭീഷ്മദ്രോണാദയ അദാചലേനാധന ലോഭാർത്ഥം ജനാനീർനശ്വരം ജഗത്. സദാചാരനിഷ്ഠ കുന്തിപുത്രന്മാരാണ് ഭീഷ്മദ്രോണികളെ നിഹനിച്ചത്. നശ്വരനുമാണ് ഈ ജഗത്തെന്നറിയാവുന്ന അവർ ധനലോഭം രാജലോഭം നിമിത്തമാണല്ലോ അവരെ കൊന്നത്. പ്രേരിതാ വാസുദേവേന പാപേ ഘോരേ മഹാത്മന കുലം ശൈതവന്തസ്തേ ഹരിണാ പരമാത്മന. ഘോരമായ പാപം ചെയ്ത് കുലം നശിപ്പിക്കുന്നവരായി തീർന്നത് മഹാത്മാവും പരമാത്മാവുമായ ശ്രീഹരിയുമായ വാസുദേവൻ പ്രേരിപ്പിച്ചതുകൊണ്ടാണല്ലോ. വരം ഭിക്ഷാടനം സദോ നീവാരേർജീവനം വരം യോധാന ഹത്വാ ലോഭേന ശില്പേന ജീവനം വരം. ലോഭം നിമിത്തം ഉത്തമ യോദ്ധാക്കളെ ഹനിക്കാതെ ഭിക്ഷയെടുത്തോ മരുന്നെല്ല് വെച്ചുണ്ടോ വേല ചെയ്തോ ജീവിക്കുന്നതാണ് ശ്രേഷ്ഠം. വിച്ഛിന്നസ്തു തയാ വംശം രക്ഷിതോ മുനിസത്തമ
സമുത്പാദ്യ സുധാനാശോ ഘോളകാൻ ശത്രുനാശനാൻ. ഹേ മുനിസത്തമ, കുറ്റിയറ്റ വംശം ശത്രുക്കൾ നശിപ്പിക്കാതെ വിധവ പുത്രന്മാരെ ജനിപ്പിച്ച് രക്ഷിച്ചത് അങ്ങാണ്. സോ അൽപേനൈവ തൂകാലേന വിരാട തനയാസുധാ താപസസ്യാഘളേ സർപ്പം ന്യസ്തവാൻ കഥമദ്ഭുതം. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ വിരാടപുത്രിയുടെ പുത്രനായ പരീക്ഷത്ത് താപസനായ ശനീകന്റെ കഴുത്തിൽ സർപ്പത്തെ എടുത്തിട്ടത് എങ്ങനെ? അതാണ് അദ്ഭുതം. നോകോ അഭിബ്രാഹ്മണം വിദേഷ്ടി ക്ഷത്രിയസ്യ കുലോദ്ഭവ താപസം മൗന സംയുക്തം പിത്ര കിം തത്കൃതം മുനി. ക്ഷത്രിയ കുലത്തിൽ പിറന്ന ഒരുവനും ബ്രാഹ്മണനെ ദ്വേഷിക്കുകയില്ല. മഹർഷി, ആ സ്ഥിതിക്ക് എന്റെ പിതാവ് മൗനിയായിരിക്കുന്ന ആ താപസനോട് അങ്ങനെ ചെയ്തത് എന്തുകൊണ്ട്? ഏതൈരന്യേശ്ച സന്ദേഹേർവികലം മേ മനോ അധുനാ സ്ഥിരം കുരോ പിതഃ സാധോ സർവജ്ഞോ അസി ദയാനിധേ. ഈ സംശയങ്ങൾ കൊണ്ട് മറ്റനേകം സംശയങ്ങൾ കൊണ്ടും മഹർഷി, എൻ്റെ മനസ്സിപ്പോൾ ചഞ്ചലമാണ്. അതിൻ്റെ സംശയങ്ങൾ നീക്കി അതിനെ സ്ഥിരമാക്കിയാലും അങ്ങ് ദയാനിധിയും സർവജ്ഞനുമാണല്ലോ. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ പ്രഥമോധ്യായ. ഓം മഹാദേവേ നമഃ.